ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങള് മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് ലീക്ക് ആവുന്നത്, അല്ലെ? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞ ഗൂഗിൾ സർവീസ് തന്നെയാണ്. ഗൂഗിൾ നമ്മുടെ പല കാര്യങ്ങളും ചോർത്തുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ്, അങ്ങനെ പല കാര്യങ്ങളും ഗൂഗിൾ വഴി ചോർന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഏതെല്ലാം വെബ്സൈറ്റുകളൊക്കെ വിസിറ്റ് ചെയ്തു, അങ്ങനത്തെ പല കാര്യങ്ങളും ചോർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കി നോക്കുക. നിങ്ങൾ ഇതേപോലെ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ ആ കാണുന്ന ചെറിയ കുഞ്ഞ് ലൈക്ക് ബട്ടണും എല്ലാ ബട്ടണും കൂടി ഒന്ന് അമർത്തിയിട്ടേക്കുക. അപ്പൊ മൊത്തം ചാനൽ നിങ്ങൾക്ക് ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ നമ്മുടെ രഹസ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോർന്നു പോകുന്നത് നമുക്കറിയാം ഗൂഗിൾ വഴിയാണെന്നുള്ളത്, അല്ലെ? ഗൂഗിള് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴിയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഗൂഗിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ പല രഹസ്യങ്ങളും, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങള്, നമ്മുടെ പല ഡീറ്റെയിൽസുകൾ, നമ്മൾ മൂവ് ചെയ്യുന്ന എങ്ങോട്ടൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും അവർ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പല വെബ്സൈറ്റുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം വഴിയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, നമ്മൾ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഗൂഗിള് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള പല ആളുകൾക്കും ഷെയർ ചെയ്യാം. അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് തടയാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ പ്രൊഫൈലിന്റെ മേലെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? നിങ്ങൾ കണ്ടില്ല സെറ്റിംഗ്സ്? ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് വേണ്ടത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ കാണിക്കുന്ന ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന ഗൂഗിൾ എന്ന് പറഞ്ഞ സെർച്ച് എഞ്ചിനാണ്. അതുവഴിയാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ആ ഗൂഗിളിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സെർച്ച് എഞ്ചിൻസും ഇവിടെ കാണാം. നമുക്ക് yahoo.com അങ്ങനത്തെ പല സെർച്ച് എഞ്ചിനും കാണാം. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നാൽ DuckDuckGo എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ കാണുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി നമുക്ക് സേഫ് ആയിരുന്നത്. കാരണം ഗൂഗിൾ ക്രോം കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ google.com കൊടുക്കുന്നത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഗൂഗിള് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് പലർക്കും കൊടുത്തിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആ രീതിയിൽ ഒന്ന് ഗൂഗിളിന് പകരം DuckDuckGo ഒന്ന് കൊടുത്തു നോക്കാം. ഇനി നമ്മൾ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ബെസ്റ്റ് ഫിലിം എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്യുന്ന സമയത്ത് നേരെ പോകുന്നത് ഗൂഗിളിന് പകരം DuckDuckGo എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സെർച്ച് എഞ്ചിനിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ഗൂഗിളിനേക്കാളും നമുക്ക് വളരെയധികം കുറച്ചും കൂടി നമുക്ക് പരസ്യങ്ങളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങള്, ഡാറ്റാസ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഈ ഒരു ഓപ്ഷൻ ഒന്ന് മാറ്റിയിട്ട് DuckDuckGo ഒന്ന് കൊടുത്തു നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ കുറയുന്നത് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോകുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് ഒന്ന് ചെയ്തു വെക്കാൻ മറന്നു പോകരുത്.